നമസ്കാരം. എൻ്റെ പേര് രാഹുൽ എസ് കുമാർ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ തൊട്ട് മുമ്പ് കഴിഞ്ഞ ട്രിവാൻഡ്രം LPSTയിൽ 24 റാങ്കുകാരനാണ്. ഞാൻ 2021 പോസ്റ്റ് ഗ്രാജുവേഷൻ ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതാണ്. ശേഷമാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് എത്തിയത്. ഈ ഒരു കോഴ്സിലേക്ക് എത്തിയപ്പോൾ ആദ്യം എനിക്കൊരു ഇൻഹിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്നാൽ ഒരു DLED കോഴ്സ് തന്നെ വളരെ സ്വാധീനിക്കുകയും അതിനുശേഷമുള്ള ആദ്യത്തെ LPST എക്സാം തന്നെ എനിക്കതിൽ നല്ലൊരു റാങ്ക് വാങ്ങാനും കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പഠന രീതിയെക്കുറിച്ചാണ് ഞാനിനി പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ LPST എക്സാമിലൂടെ ആദ്യം എത്തിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഉപദേശം, ഇത്രയും നാൾ ചെയ്ത തെറ്റുകളൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ ആദ്യം പഠിച്ചത്. കാര്യം ഇത്രയും നാൾ പഠിച്ചപ്പോഴൊന്നും ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയുള്ള ക്ലാസ്സോ ഒരു പഠനമോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ LPST എക്സാമിലേക്ക് കടക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്ത കാര്യം ആ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാവുന്നൊരു കാര്യമായിരുന്നു. അതിനുശേഷം ഞാൻ കൃത്യമായി വിലയിരുത്തിയ ഒരു കാര്യം നമ്മളുടെ മാർക്ക് സ്കോറിംഗ് ഏരിയാസ് ആണ്. എല്ലാവരും തുടക്കം മുതൽ ഒടുക്കം വരെ പഠിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തന്നെ പഠിക്കണമെന്ന് ഞാനും പറയും. എന്നിരുന്നാൽ പോലും ചില ഫോക്കസ് ഏരിയകളുണ്ട്, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഞാൻ ആദ്യം മനസ്സിലാക്കിയ കാര്യം, ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏറ്റവും നന്നായി പഠിക്കാം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി അത് ക്ലിയർ ചെയ്തിട്ട് മറ്റുള്ളവരോട് കടക്കാം എന്നൊരു രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്തത്. ആദ്യം തന്നെ ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിച്ചത് നമ്മുടെ സൈക്കോളജി ആയിരുന്നു. 20 മാർക്കിന് സൈക്കോളജി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ പഠിച്ച സൈക്കോളജി തന്നെയായിരുന്നു. സൈക്കോളജിക്ക് ശേഷമായിരുന്നു ഞാൻ മലയാളം, മാത്സ്, ഇംഗ്ലീഷിലോട്ട് കടന്നത്. ഇപ്പം മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻപ് PSC എഴുതിയ ആൾക്കാർക്ക് അറിയാം, ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നതെങ്കിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു SCERT ലെവൽ സ്റ്റഡിയാണ് ഞാൻ ഫോളോ ചെയ്തത്. അതിനുശേഷം വരുന്ന തീർച്ചയായും ഹിസ്റ്ററി ആയിരുന്നു. ഹിസ്റ്ററിയും അതുപോലെ പ്രാധാന്യം അർഹിച്ച് ഞാൻ പഠിച്ചത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഒരു PSC പഠിക്കുന്ന വിദ്യാർത്ഥി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 2 ടോപ്പിക്സാണ് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും. അത് രണ്ടും ഏറ്റവും എത്ര ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോലും അത്രയും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായി അതിലുള്ള മൊത്തം മാർക്കും സ്കോർ ചെയ്യാൻ കഴിയും. ശേഷമാണ് ഞാൻ സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സിലോട്ട് കടന്നതും. എക്കണോമിക്സിന് മാർക്ക് വളരെ കുറവാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് അത്രയും സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പഠിക്കുവാനായി കഴിയും. ശേഷം മാത്രമാണ് ഞാൻ കറണ്ട് അഫയേഴ്സിലോട്ട് കടന്നത്. അത് പഠിച്ചത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാണെങ്കിൽ പോലും കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുമായിരുന്നു. ഒരു നോട്ട് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പഠന രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഉറപ്പിച്ചൊരു കാര്യമുണ്ട്, ഡെയിലി ഒരു എക്സാം എങ്കിലും കൃത്യമായിട്ട് എഴുതണം. അതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് സ്റ്റഡി ആകുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ പോർഷൻ കൃത്യമായി റിവിഷൻ ചെയ്തു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൃത്യമായി ഒരു പാറ്റേൺ, അല്ലെങ്കിൽ കൃത്യമായി ഞാൻ ടോപ്പിക് എൻ്റെ രീതിയിൽ ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്താണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാംസ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ SCERT. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ചെയ്തൊരു കാര്യം, SCERT ഏതെങ്കിലും പബ്ലിക്കേഷൻസിൽ നിന്ന് വാങ്ങുകയും അത് മാത്രം നമ്മളൊരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിലൂടെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ PSCയുടെ പാറ്റേൺ ഇപ്പോൾ ഏകദേശം മൊത്തം മാറിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ആയിട്ട് കുറച്ചുകൂടെ നമുക്ക് ആധികാരികമായി വായിച്ചാൽ മാത്രമേ കിട്ടുമെന്നൊരു രീതിയിലോട്ട് എത്തിയിരിക്കണം. ഞാനപ്പോൾ ആദ്യം അവിടെ ചെയ്തൊരു കാര്യം, 5ാം ക്ലാസ് തൊട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്തു, സമയം കണ്ടെത്തി കൃത്യമായി അത് വായിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഒരു ദിവസത്തെ പഠനക്രമം ചോദിക്കുകയാണെങ്കിൽ രാവിലെ 7 മണിക്ക് ഞാൻ കൃത്യമായി തുടങ്ങും. അത് 7 എന്നുള്ള 8 ആയാലും 1 മണിക്കൂർ അങ്ങോട്ട് മാറിയില്ല, എന്നാലും 7 മണിക്ക് ഞാൻ തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. 7 മണിക്ക് തുടങ്ങിയാൽ ബ്രേക്ക്ഫാസ്റ്റിന് 1 മണിക്കൂർ ബ്രേക്ക് എടുക്കും, ലഞ്ചിനും എടുക്കും. അത് കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ഒരു 6 മണി വരെ കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ ഞാൻ ഇരിക്കാറുണ്ടായിരുന്നു. ഇരിക്കാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കിരുന്നാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള കാര്യമാണ് PSC. പക്ഷേ ഇൻട്രസ്റ്റായി വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും സുഖകരമായും ഏറ്റവും രസത്തോടെയും പഠിക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കി. കാര്യം ഒരിക്കലും 2 മണിക്കൂർ ഇരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഇത്രയും ഒരു 12 മണിക്കൂറോളം ഞാൻ ഡെയിലി ഈ ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഞാൻ ഇന്ന് പഠിക്കുമായിരുന്നു. പഠിക്കുന്നതിനേക്കാളും പ്രധാനമായിട്ടും ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകുമായിരുന്നു. ഒറ്റ വായനയിൽ പഠനം എന്നതിനേക്കാൾ റിപ്പീറ്റഡ് ആയി നമുക്ക് എത്ര തവണ നമ്മുടെ സിലബസിലൂടെ കടന്നു പോകാൻ കഴിയുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എക്സാംസിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു എക്സാം കൃത്യമായി എഴുതും. അത് മോഡൽ എക്സാം ആവട്ടെ, നമ്മുടെ LPUP എക്സാം ആവട്ടെ, പ്രീവിയസ് എക്സാം ആവട്ടെ, മറ്റേത് എക്സാം ആവട്ടെ, ഡെയിലി ഞാൻ കൃത്യമായൊരു എക്സാം എഴുതും. ആ എക്സാം എഴുതാൻ ഞാൻ കൃത്യമായൊരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിറങ്ങുന്ന സമയമുണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം, ഏറ്റവും കൂടുതൽ ബോറിംഗ് ആയിട്ടുള്ള സമയം അതാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു ആ സമയം എന്തായാലും പഠിച്ചാൽ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം എല്ലാവരും കൂടുതലുള്ള സുഹൃത്തുക്കളായാലും എല്ലാവരും ആ ഒരു ഉറക്ക ചടവിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു എന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യാം, ഈ എക്സാം ഇരുന്ന് എഴുതാം. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായി ചെയ്യുന്ന കാര്യം ഒരു മണിക്ക്
കഴിക്കാൻ പോയി 1:30 എത്തിയാൽ 1:30 തൊട്ട് 3 മണി വരെ എക്സാം എഴുതും. ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ആവേശം ഉണ്ടാവും ഉറപ്പായും. കാര്യം ഞങ്ങൾ 5 പേരിരുന്ന് എഴുതുമ്പോൾ 5 പേരുടെ മാർക്ക് ഉറപ്പായും ഞങ്ങൾ താരതമ്യം ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചതും അവർ പഠിക്കാത്തതും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്തതും അവർ പഠിച്ചതും. അതുപോലെ പഠിച്ചതിൽ നമുക്ക് എത്രത്തോളം അവിടെ ആൻസർ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പഠിച്ചത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ കൃത്യമായി ആ തെറ്റിയ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞങ്ങൾ എഴുതി വയ്ക്കും. ആ എഴുതി വെച്ചതിന് ശേഷം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിലോട്ട് ഞങ്ങൾ തിരിച്ചു പോകും. അത് ഒരാൾക്ക് തെറ്റിയതാണെങ്കിൽ പോലും പിന്നെയുള്ള സമയങ്ങൾ ഞങ്ങൾ വിനിയോഗിക്കുന്നത് അങ്ങനെയാണ്. ഉച്ചവരെ നമ്മൾ ടോപ്പിക് വൈസോ സിലബസ് വൈസോ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായി ചെയ്യുന്ന കാര്യം, ഞങ്ങൾ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിൽ നമുക്ക് കിട്ടിയ മാർക്ക് ബേസ് ചെയ്ത് അതിൽ നമുക്ക് കിട്ടിയ ടോപ്പിക്ക് ബേസ് ചെയ്ത് ഒരു പഠനത്തിലോട്ടാണ് പോകുന്നത്. അത് മിക്കവാറും പുറകിലോട്ട് തന്നെയാണ് പോകുന്നത്. കാര്യം പഠിച്ച ടോപ്പിക്കിലോട്ട് തന്നെ റിപ്പീറ്റായി പോകുന്നതെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റഡ് ആയെന്ന് ഞാൻ പറയും. കാര്യം ഒരു എക്സാം എഴുതി നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം നമുക്കൊരു കാര്യം മനസ്സിലായി എന്നും, നമ്മൾ പഠിച്ച് നമുക്ക് എത്രത്തോളം കോൺക്രീറ്റ് ഉറപ്പായി എന്നും പറയാൻ പറ്റും. കാര്യം നമ്മുടെ LP UPക്ക് മറ്റുള്ള ഇല്ലാത്തൊരു സിലബസ് എന്ന് പറയുന്നത് ഈ സിവിലൈസേഷനാണ്. ഹാരപ്പൻ ആയാലും മോഹൻജദാരോ ആയാലും അതുപോലെ ചൈനീസ് സിവിലൈസേഷനൊക്കെ പഠിക്കാനുണ്ട്. ഈ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാതിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് അത് വായിച്ചതിൽ അത്ര സമയം ഞങ്ങൾ വായിച്ചത് എണ്ണം പോലുള്ള സമയത്ത് ആ ഒരു ടോപ്പിക്കിലൂടെ ഞങ്ങൾ കടന്നു പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം കൃത്യമായി ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെ കൃത്യമായി സിലബസ് അനുസരിച്ച് ടോപ്പിക്ക് പഠിച്ചു പോവുകയും ഉച്ചയ്ക്ക് ശേഷം ഒരു എക്സാം എഴുതുകയും 3 മണിക്ക് ശേഷമുള്ള സമയം ഈ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ, റിവിഷൻ, അത് പഠിക്കാൻ എന്തൊക്കെയുണ്ട് അതൊക്കെ പഠിച്ച് ആ രീതിയിലാണ് ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഡെയിലി ഓരോ മോഡൽ എക്സാം കൃത്യമായി എഴുതുമായിരുന്നു. അപ്പോൾ എഴുതുമ്പോൾ ഏറ്റവും വലിയ എനിക്കും ആദ്യം ഒരു പേടിയെന്ന് പറയുന്നത് മറ്റു സുഹൃത്തുക്കളെ അപേക്ഷിച്ച് മറ്റുള്ളവരെ അപേക്ഷിച്ച് എൻ്റെ മാർക്ക് എനിക്കത് പുറത്ത് പറയാനായാലും പുറത്ത് എനിക്കത് അറിയുന്നത് ഭയങ്കര നാണക്കേടായിരുന്നു. പക്ഷേ ഞാനത് യൂസ് ചെയ്യാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മളെ ഇൻക്യൂബേഷൻ നമ്മുടെ നാണക്കേട് മറച്ചു വെക്കും, നമുക്ക് അത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തറിയത്തില്ല, അത് എത്ര ചെറുതോ വലുതോ അല്ല, അത് ചോദിച്ച് മനസ്സിലാക്കുകയും ഈ എക്സാം എഴുതുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തെളിയിക്കാനും പറ്റുന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ആദ്യത്തെ ഒരു എക്സാമിനൊക്കെ 100 മാർക്കിന് 20, 25 അത്രേ വരത്തുള്ളൂ. എൻ്റെ വിഷയം ഇംഗ്ലീഷാണ്. എന്നിരുന്നാൽ പോലും ഇംഗ്ലീഷിൽ പോലും നമുക്കങ്ങനെ വലിയ സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 2021 TTC ചെയ്തത്, DLED ചെയ്തത്. 2023 DLED കഴിഞ്ഞു. ഈ 2 വർഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ PSC ഒരു ഗ്യാപ്പ് വന്നു. ഈ 23 ശേഷമുള്ള നോട്ടിഫിക്കേഷനാണ് എനിക്ക് എഴുതാൻ പറ്റിയതും ഞാനിപ്പോൾ LPSC 24 റാങ്കിൽ വന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ 2 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വളരെ വലിയൊരു ഗ്യാപ്പായിരുന്നു. എനിക്ക് ഒന്നേയും തുടങ്ങേണ്ട അവസ്ഥ വന്നു. അതിനു മുമ്പ് ഞാൻ LD എഴുതിയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അത് ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട്. അതിന് LD ലിസ്റ്റിൽ സപ്ലിമെൻ്ററിയിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ അതിനുശേഷം ഈ 2 വർഷം ഗ്യാപ്പ് എടുത്തപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നേയും തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. തുടങ്ങുക മാത്രമല്ല, മറ്റുള്ളവരൊപ്പം ഓടിയെത്താൻ പറ്റുമോ എന്നൊരു ബുദ്ധിമുട്ടും കൂടെ എനിക്കുണ്ടായി. പക്ഷെ ആ ഒരു പേടി എനിക്ക് മാറ്റുന്നത് കൃത്യമായി ഈ എക്സാംസ് എഴുതുന്നതിലൂടെയായിരുന്നു. എല്ലാവരും കൃത്യമായി പഠിക്കാറുണ്ട്, പക്ഷേ അവർ പഠിക്കുന്നതിനൊപ്പം അവർ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി എക്സാം എഴുതുന്ന ഒരു കാര്യമാണ്. എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കത് കൃത്യമായി നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് മനസ്സിലാക്കുവാനും നമുക്കത് എത്രത്തോളം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കയ്യിലുണ്ട് എന്നും അത് നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡൽ എക്സാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മോഡൽ എക്സാമിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് PSC ചലഞ്ചർ തന്നെയാണ്. ചലഞ്ചർ ആപ്പിലെ ഒരുപാട് മോഡൽ എക്സാം, ആഴ്ച മോഡൽ എക്സാമൊക്കെ ഞാൻ കൃത്യമായി ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാനുമാണ് ഉള്ളത്. അച്ഛൻ ഒരു ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്നു, റിട്ടയർഡാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു മേഖലയിലോട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവൻ്റ് ആവണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒരു ജോബ് സെക്യൂരിറ്റിയാണ്, ജോബ് സേഫ്റ്റിയാണ്. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും നന്നായി കഷ്ടപ്പെടാനും അധ്വാനിക്കാനും നമുക്ക് നമ്മുടെ ഒരു നിലവാരം, നമ്മുടെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് ജോലി തീർച്ചയായും ഉണ്ടായിരിക്കണമെന്ന് തന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ ആ ഒരു വഴി കൂടെ തന്നെയാണ് ഞാൻ പോയതും എനിക്ക് ഈ ലിസ്റ്റിലോട്ട് എത്താൻ കഴിഞ്ഞതും. അതുപോലെ തന്നെ അമ്മ എപ്പോഴും പറയുന്ന കാര്യം, നീ പഠിക്കുക, പഠിച്ച് നിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുക, അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും അമ്മയും തരുമായിരുന്നു. ചേച്ചിയായാലും അങ്ങനെ തന്നെയായിരുന്നു. ചേച്ചി ഇപ്പോൾ എൻ്റെ കൂടെയല്ല, മാരീഡാണ്. അപ്പോൾ ചേച്ചിയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ സപ്പോർട്ടിൻ്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. കാര്യം നമുക്കൊരു ഏജ് കഴിഞ്ഞാൽ ഉറപ്പായും ബോയ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ശേഷമാണ് ഞാൻ ഈ ഒരു DLED കോഴ്സിലേക്ക് പോകുന്നത്. പോയിടത്ത് തന്നെ ഒരു ഏജ് ഡിസ്പാരിറ്റി, ഒരു
ഈ വയസ്സുകൾ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്, അന്തരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഞാനത് അഭിമുഖീകരിച്ചതാണ്. അവരെല്ലാവരും തന്നെ എന്നെ ഒരു മറ്റൊരു രീതിയിൽ കാണുകയും പുറത്തിറങ്ങുമ്പോൾ പോലും ഇത്രയും വർഷം പഠിച്ചിട്ടും PSC പഠിക്കാൻ അതിന് മുമ്പ് പോകുമായിരുന്നു, അതിനുശേഷം ഗ്യാപ്പ് എടുത്തു, പിന്നെ തിരിച്ചു വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഇതുവരെ ഒന്നും ആയില്ല എന്നുള്ള പല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു പൊതു വേദിയിൽ പോകാൻ പലപ്പോഴും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടിയും ആ ഒരു വിഷമമൊക്കെ മാറാൻ കാരണം എൻ്റെ ഈ ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. തീർച്ചയായും അവരെന്നെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് ഏറ്റവും പ്രധാന കാരണം എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും തന്നെയാണ്. പുതിയതായി PSC എഴുതുന്ന ആൾക്കാർക്കും അതുപോലെ PSC എഴുതുന്ന ആൾക്കാർക്കും ആദ്യം ഉണ്ടാകേണ്ടത് കൃത്യമായ ലക്ഷ്യബോധമാണ്. ഇപ്പം ഞാനും ഒരു ലക്ഷ്യബോധം ഇല്ലാതെ തന്നെയാണ് PSC പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം വന്നൊരു എക്സാം എനിക്ക് ഓർമ്മയുണ്ട്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നു. എന്നാലിപ്പോൾ അത് പഠിക്കാം എന്ന രീതിയിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്തു. അതൊരു 6 മാസം പോലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് തന്നെ എക്സാം വരികയും എക്സാം എഴുതുകയും ചെയ്തു. അത് കഴിഞ്ഞ് തീരുമാനിച്ചു എന്നാൽ LD ക്ലർക്ക് പഠിച്ചേക്കാം. അങ്ങനെ കൃത്യമായി ഒരു ലക്ഷ്യബോധം ഇല്ലാതെയാണ് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് DLED ആണ് എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി തന്നതും. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ആ ഒരു നീഡാണ്, ലക്ഷ്യബോധം. നമുക്ക് വേണ്ടത് ഇതാണ് എന്നൊരു ലക്ഷ്യബോധം. ഇപ്പോൾ ഫോഴ്സ് ജോലി താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായും അതിന് വേണ്ടി തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അവരൊരിക്കലും LD സിലബസ് എടുത്തോ അല്ലെങ്കിൽ LD ലെവലോ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ നീഡെന്ന് ആദ്യം മനസ്സിലാക്കുക, അതിലൂടെ പഠിച്ചു തുടങ്ങാം. രണ്ടാമത്തെ കാര്യം സിലബസാണ്. അതെല്ലാവരോടും ഞാനിപ്പോൾ പഠിച്ചിറങ്ങി എനിക്കിപ്പോൾ ധൈര്യമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. എൻ്റെ മാതൃക എല്ലാവരും കൃത്യമായി അവരുടെ എക്സാമിൻ്റെ സിലബസ് കയ്യിൽ കരുതിയിരിക്കണം. അത് ഏത് സിലബസ് ആവട്ടെ, ഇപ്പം ഫോഴ്സ് ജോബ് ആയാലും ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും നമ്മുടെ LP UP ആയാലും ഏത് എക്സാം ആയാലും കൃത്യമായി കയ്യിൽ ഒരു സിലബസ് ഉണ്ടാവണം. സിലബസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം ഏറ്റവും എളുപ്പം എങ്ങനെ പഠിക്കാം, സ്മാർട്ട് വർക്ക് ചെയ്യാൻ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ കവർ ചെയ്യാം. ഞാൻ ഫോളോ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്ക് അതെന്ന് നോക്കും ഞാൻ ആദ്യം. അതുപോലെ തന്നെ ഏറ്റവും മാർക്കുള്ള ടോപ്പിക്ക് ഞാൻ നോക്കും. അപ്പം അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്ത് ഞാൻ അത് പഠിച്ച് ഞാനൊരു ലെവലിലെത്തുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് വരും. കാരണം ഞാൻ ഇത്രയും പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായാൽ ബാക്കിയുള്ള സബ്ജക്ട്സിലോട്ട് എനിക്ക് ധൈര്യമായി എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ സ്വന്തമായി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഡെയിലി ക്ലാസ് ബേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 50 ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 3 മാസം കൊണ്ട് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ 6 മാസം 1 വർഷം അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ഒരിക്കലും നീണ്ടുപോകാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളായി ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യണം. ഇത്ര ദിവസം കൊണ്ട് ഞാൻ ഈ സിലബസ് കവർ ചെയ്യുന്ന മാത്രമല്ല, എനിക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ റിവിഷനും കൂടെ ഉള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിശ്ചയിക്കണം. പലരും ചെയ്ത കാര്യം പഠിച്ച് ഒരു പകുതിയാകുമ്പം എന്നാ ടൈം ടേബിൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പലരും പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യരുത്. കാര്യം പഠനം അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഡെയിലി ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യവും വരും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം ഒരു ടൈം ടേബിൾ നിങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്ത് പോവുക. അങ്ങനെ സെറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി നിങ്ങൾക്ക് പോർഷൻസ് തീർത്ത് പോകാൻ കഴിയും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി നിങ്ങൾ ഒരു ദിവസം മൊത്തം ഒരു റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം നിങ്ങൾക്ക് തന്നെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സിനൊപ്പം തന്നെ നിങ്ങൾക്ക് SCERT ഉണ്ട്. SCERT ഞാൻ പറയുന്ന ആധികാരികമായി നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂൾ ടെക്സ്റ്റ് എടുത്ത് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഒരിക്കലും ഈ SCERT നിങ്ങൾ മറ്റ് ടെക്സ്റ്റ് ബുക്കുകളൊന്ന് റെഫർ ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാര്യം PSC ഒരു 10 മണിക്കൂറൊക്കെ ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായും ഭയങ്കര എക്സോസ്റ്റഡ് ആവും, ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ബുക്കുകൾ മാറ്റി റെഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കാൻ ബോറടിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും ഇംഗ്ലീഷിലോട്ടോ മാത്സിലോട്ടോ ചാടും. അതുപോലെ ഹിസ്റ്ററി ഒരു ടോപ്പിക് കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ എക്കണോമിക്സിലോട്ട് അങ്ങനെ ഒരു ജമ്പ് ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയാൻ നമുക്കധികം ബോറിംഗ് ഇല്ലാതെ നമുക്ക് സമയം പോകുന്ന പോലെ അറിയാൻ നമുക്ക് ആ ടോപ്പിക്സ് കവർ ചെയ്യാനും പറ്റും. ഒരേ സമയം 2 or 3 ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്തൊരു സമാധാനം കിട്ടും. ഇതിനൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യം, ഡെയിലി SCERTയിലെ ഓരോ പാഠങ്ങൾ നിങ്ങൾക്ക് തീർത്തു പോകാൻ കഴിയണം. അതായത് 5ാം ക്ലാസ് ഒരു ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഓരോ പാഠം തീർത്തു പോയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും സിലബസിൽ പഠിക്കാൻ ടോപ്പിക്സ് ഉണ്ട്. അതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് SCERT ടെക്സ്റ്റ് എടുക്കുക, 5ാം ക്ലാസ്സിലൊരു പാഠം എടുക്കുക, SS GS എല്ലാ ടെക്സ്റ്റും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു പോകണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഡെയിലി ഒരു പാഠം നിങ്ങൾക്ക് തീർത്തു പോകാം. ആ തീർത്തതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടും കൂടെ പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഞാൻ ഏറ്റവും പ്രധാനമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്യുക. എൻ്റെ കയ്യിലുള്ള പേപ്പറുകൾ
ഇത്രയ്ക്ക് പേപ്പറുകളുണ്ട്. ഇതൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ നാളെ ദിവസം എടുത്ത് വായിക്കാൻ വേണ്ടി എഴുതി വെക്കുന്നതല്ല. പകരം നമ്മൾ വായിച്ച് തുടങ്ങി ഒരു അരമണിക്കൂർ 20 മിനിറ്റ്സോ കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് ബോറിംഗ് ആയിട്ട് വരും. അപ്പം ഞാൻ ആ ബോറിംഗ് ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കമ്പയർ ചെയ്യാൻ മറ്റുള്ള വായിക്കുന്ന കാര്യം ഞാൻ എൻ്റേതായ രീതിയിൽ എഴുതി വെക്കാൻ ശ്രമിക്കും. അത് വലിയ നോട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ഫർദർ റെഫറൻസിന് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ബോറടിക്കുന്നുണ്ട് ഇരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വായിക്കുമ്പോഴൊപ്പം തന്നെ അല്ലെങ്കിൽ ക്ലാസ് കാണുമ്പോഴൊപ്പം തന്നെ ഒരു ലെക്ചർ നോട്ട് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഡെയിലി നിങ്ങൾ ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, ആപ്പ് ഫോളോ ചെയ്യുന്നെങ്കിൽ ആപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SCERT ഫോളോ ചെയ്യാം. ഇതെല്ലാം 1-2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ശേഷം നിങ്ങൾക്ക് കറണ്ട് അഫെയർ. ഞാൻ ഇപ്പോഴും പറയുന്ന ഏതൊരു എക്സാമിനും ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ട മറ്റൊരു സബ്ജക്റ്റ് കറണ്ട് അഫെയർ ആണ്. കറണ്ട് അഫെയർ ഇല്ലാത്തൊരു എക്സാം ഇപ്പോൾ ഇല്ല. അതും സബ്ജക്റ്റ് വൈസാണ് പ്രധാനമായും കറണ്ട് അഫെയർസ് വരുന്നത്. LP UPക്ക് 15 മാർക്കോളം കറണ്ട് അഫെയർ ഉണ്ട്. അത് കൃത്യമായി നിങ്ങൾ വിലയിരുത്തണം. വിലയിരുത്തി ടോപ്പിക് അനുസരിച്ച് തന്നെ നിങ്ങൾ അതും കവർ ചെയ്ത് പോകാനായിട്ട് പറ്റണം. ടീച്ചിങ് ജോബ് ആഗ്രഹിക്കുന്നവർക്ക് ഇനി അടുത്തൊരു LPS എക്സാം പ്രതീക്ഷിക്കാവുന്നത് 2027 അപ്പോൾ എനിക്കിപ്പോഴേ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് ഒരു വർഷം കൊണ്ട് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലും നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം റിവിഷന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. കൃത്യമായി നിങ്ങളുടെ സമയം നിങ്ങൾ വിനിയോഗിക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു അമാന്തവും നിങ്ങൾ കാണിക്കരുത്. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് മാത്രമല്ല, അതിനൊപ്പം സ്മാർട്ട് വർക്ക് കൂടെ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയും. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.